ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങളിതേ കിച്ചണിൽ കറിയൊക്കെയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാതെ. അപ്പൊ ജിത്തുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ജിത്തു ഉള്ളിയൊക്കെ അരിഞ്ഞു തരും. നമുക്ക് എങ്ങനെയാണ് കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ ഇവിടെ കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറ്, കാരണം അതാണ് എളുപ്പം, ഈസിയാണ്. അപ്പൊ ഞങ്ങള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കാരണം ഇപ്പൊ ടൈം കുറച്ച് ലേറ്റ് ആയി പോയി. രാവിലെ എനിക്ക് ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റ് ആയി, 1 മണിയായി. അപ്പൊ ഞങ്ങള് ഈസി ആയിട്ട് കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നോക്കാട്ടോ എങ്ങനെയാണ് കുക്കറിൽ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേന്ന്. ഞാൻ റെസിപ്പി ആയിട്ടൊന്നല്ല പറയണത്, ഞങ്ങളുടെ ജസ്റ്റ് ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെസിപ്പി ആയിട്ട് പറയാനൊന്നും ഇല്ല, കാരണം ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി അപ്പുറത്ത് അങ്ങോട്ട് ഭയങ്കര സുഖമൊന്നുമല്ല. ഒരു ഒരു എന്താ പറയാ, തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ഇതാ ഇയാൾ എടുത്തോ. അതിനിങ്ങനെ ഉള്ളേരിയിലേക്ക് അപ്പൊ ചിക്കൻ ഞങ്ങൾ ബ്രോയിലർ ചിക്കനാണ് വാങ്ങിക്കാറ്, ലൈവ് ചിക്കൻ വാങ്ങിക്കാറില്ല. കാരണം ബ്രോയിലർ ചിക്കൻ വാങ്ങിക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിട്ട് കിട്ടും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പൊ കണ്ടോ, ചിക്കൻ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു 3-4 തവണ ഇപ്പൊ കഴുകി. ചിക്കൻ ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടാ അരിഞ്ഞേക്കുന്നത്. ചിക്കൻ ഫ്രൈ വേണോന്നാണ് ചിക്കൻ ചോദിക്കണത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ നമുക്ക് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, തക്കാളി എടുത്തോ, ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തു. ഇത് എത്രയുണ്ട്? ഇയാളല്ലേ വാങ്ങിയ 1.63 ആണ് ഒരു ചിക്കന്റെ അളവ്. ഇപ്പിടില്ല. എത്രയാണ് മുളക് പൊടി എന്നൊക്കെ നോക്കി പറ. അപ്പൊ 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്ത് വെക്കണേ കേട്ടോ. അവിടെ എടുത്തു. പെപ്പർ പുതിയത് വാങ്ങിയേക്കുന്നത് എടുക്കണം. Pasutnya ke situ langsung. Patupa. Hah? Patupa mana? Sudah tes ya?
അവിടെ ചിക്കനൊക്കെ പുരട്ടിയിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെക്കും. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. എന്നിട്ടാണ് ജിഞ്ചറും പിന്നെ ഗാർലിക്കും ഒക്കെ അരിഞ്ഞെടുക്കാം. അപ്പൊ 2 മുട്ട ഞങ്ങൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ആയതുകൊണ്ട് തന്നെ മുട്ട നല്ലതല്ലേ ബിരിയാണിയിലൂടെ. ജിത്തു കുളിക്കാൻ പോയി, കുറച്ച് നിങ്ങൾ വരും. എനിക്ക് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാ പോയത്. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാ പോയത്. അപ്പൊ നമുക്ക് ബിരിയാണി പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം. ഓൾറെഡി വിശപ്പൊക്കെ കോരി തുടങ്ങി. ഇപ്പൊ ഒരു 1:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ടൈം. എനിക്ക് ഓൾറെഡി നല്ല വിശപ്പുണ്ട് ഇപ്പോഴേ. കാരണം സൺഡേസ് ഞങ്ങൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കാറ്. ഒരു 9:30 കഴിഞ്ഞിട്ടേ എഴുന്നേക്കാറുള്ളൂ. അയ്യക്കൂടി സൺഡേ കിട്ടുള്ളൂ എന്നിട്ട് ഉറങ്ങാനൊക്കെ. അപ്പൊ ഞങ്ങൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ആണ് ഞാൻ യൂഷ്വലി ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ടൈം അത്രേ കിട്ടുന്നുള്ളൂ എനിക്ക്, വർക്കുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയി. അപ്പൊ ഞാനിത് കൊത്തമല്ലിയാണ് കേട്ടോ. കൊത്തമല്ലി ഞങ്ങള് നന്നായിട്ട് ഇപ്പൊ യൂസ് ചെയ്യും. പണ്ടൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. ഗോവയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൊത്തമല്ലി ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം ഇവിടെ എല്ലാത്തിലും മല്ലി ചെപ്പ് നന്നായിട്ട് ഇടും. പക്ഷെ എനിക്ക് എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ആരും ഉപയോഗിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നില്ല എന്റെ വീട്ടിൽ തന്നെ. എന്റെ ചേച്ചിയൊക്കെ ഒന്നും ഇപ്പോഴും ഉപയോഗിക്കില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാ കറിക്കും വേണം കേട്ടോ. ഞാനിപ്പോ ദാൽക്കറിയൊക്കെ ഉണ്ടാക്കും, പരിപ്പറിയൊക്കെ ഉണ്ടാക്കുമ്പോ നന്നായിട്ട് ഇടും മല്ലിച്ചെപ്പ്. ബിരിയാണിയിൽ ഞങ്ങളിത് കുറെ എടുത്തിട്ടുണ്ട് മല്ലിച്ചെപ്പ് ഇടാനായിട്ട്. അപ്പൊ അരിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇതേ പാത്രമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം. കാരണം എനിക്കെല്ലാം അപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം. അല്ലാണ്ട് ഈ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് ക്ലീൻ ചെയ്യണ ഏർപ്പാടൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യും. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. കുക്കറിലാണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം കഴിയും. നോക്കാം. സീസണൊക്കെ തുടങ്ങിയിട്ട് നല്ല ചൂടാണ്. അപ്പൊ എല്ലാവരും അതിന്റെ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ട് എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ നോക്കാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ടെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കാറില്ല, വെയിറ്റ് ചെയ്യാറില്ല. അപ്പൊ തന്നെ എല്ലാം ചെയ്യും. നമുക്കിത് അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റാം. ഈ മുട്ട പുഴുങ്ങുന്ന അടുപ്പ് നമുക്ക് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് കുക്കർ ഇപ്പുറത്തോട്ട് വെക്കാം. കാരണം ഈ അടുപ്പിലാണ് നന്നായിട്ട് തീ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളുടെ മെയിൻ താരം കുക്കറാണ്. കുക്കർ വെച്ചിട്ടോ. അപ്പൊ ഇനി കുക്കർ ചൂടായിട്ട് നമുക്ക് ഇതിനകത്തോട് അങ്ങനെ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട് നമ്മളുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. നമ്മളുടെ ബേ ലീഫും കറുകാപ്പട്ടയും ആ വക സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. കുക്കർ ചൂടായതുകൊണ്ട് ചൂടായിട്ടിട്ട് നമുക്ക് നമ്മളുടെ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഞാൻ അത്യാവശ്യം കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങള് റൈസ് എടുത്തേക്കുന്നത് 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അത് കൂടുതലാണ്. അല്ലെങ്കിൽ ഞങ്ങൾ യൂഷ്വൽ ഒരു 1.5 എടുക്കാറോ. 1.5 കപ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കും രാത്രിത്തേക്കും കൂടി കഴിക്കാൻ പറ്റും. 2 കപ്പ് എടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും മൺഡേ ആണ്. അപ്പൊ എനിക്ക് ജോലിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ബിരിയാണി തന്നെ കഴിക്കലാന്ന് വെച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ് റൈസ് ഒക്കെ. അപ്പോ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ സ്പൈസസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ഇടാം.
അപ്പോ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മള് സ്പൈസസ് ഒക്കെ അതിനകത്ത് ഇട്ടു. അപ്പൊ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടാം. അപ്പൊ ആദ്യം ഇടേണ്ടത് ഇഞ്ചിയൊക്കെയാണ്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ ബിരിയാണി ഉണ്ടാക്കുന്നത്? ഇതേപോലെ കുക്കർ ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഇല്ലേ, അത് കുറച്ചിങ്ങനെ വെന്ത് പോകും. നമ്മൾ മറ്റേ ടൈപ്പാണ് ഉണ്ടാക്കുക, സാധാ ടൈപ്പാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ. അത് ഞാൻ കുക്കറിൽ ഇപ്പൊ 2-3 തവണ വെച്ച് നോക്കിയപ്പോ എനിക്ക് നല്ല രീതിയിൽ കിട്ടി. ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടി. അതിക്ക് മുമ്പ് വരെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഫുള്ള് ബിരിയാണി കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ടേക്കണോണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ റൈസ് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഞാനൊരു 3-4 പ്രാവശ്യം ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് കഴുകാം, 2 പ്രാവശ്യം കൂടി. ഇവിടുത്തെ ചിക്കൻ മസാല ഉണ്ട്, സൂര്യ എന്നാണ് ബ്രാൻഡിന്റെ പേര്. അത് നമുക്ക് ഇടാം. കുറച്ചിടണുള്ളൂ, കാരണം എല്ലാം നമ്മൾ മസാലയൊക്കെ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് പുരട്ടി ചെയ്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പൊ ഇതായിരുന്നു ചിക്കനായിട്ട് പുരട്ടി വെച്ചേക്കണം. അപ്പൊ ഞാനത് ഇടാൻ പോവാണ്. ഫുള്ളൊന്നും ഞാൻ എടുത്തില്ല. കുറച്ച് ചിക്കൻ ഞങ്ങള് കബാബ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മാറ്റി വെക്കാന്ന് വിചാരിച്ചു. എല്ലാം കൂടി എടുത്ത് ബിരിയാണി. അപ്പോഴേ കുളിച്ച് കുട്ടപ്പനായിട്ട് ചിത്തു വന്നിട്ടുണ്ട് ബിരിയാണി വെക്കാനായിട്ട്. പക്ഷെ ബിരിയാണി ഇവിടെ നമ്മുടെ കുക്കറിലാണ്. നോക്കാം. എനിക്ക് എന്തൊക്കെയോ ഗഡബഡ് ചെയ്ത പോലെ ചൂടാണ്ട് ഞാൻ പോയി മുടിയൊക്കെ കെട്ടി വെച്ചു. ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ എടുക്കുകയാണ്. ഇത് ഫുള്ളൊന്നും എടുക്കണില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പൊ 2-4 പീസ് മാത്രം എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് എപ്പോഴെങ്കിലും കറി വെക്കാലോ. ബോൺലെസ് പീസാണ് നമുക്ക് എടുക്കുന്നത്. 5 പീസ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ കേട്ടോ. അപ്പൊ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാൻ കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ 10 പീസിലും വന്നു. എവിടേക്ക് തൊള്ളയുണ്ട് ഇതിനകത്ത്. കബാബിന് കുറച്ചും കൂടി ക്രിസ്പിയാനായിട്ട് ഞങ്ങള് ഈ അരിപ്പൊടി ഇടാന്ന് വിചാരിച്ചു. കുറച്ച് ഇളക്കണേ. ഞങ്ങളുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കാണ്. പിന്നെ ബിരിയാണി വിസിലൊക്കെ കഴിഞ്ഞു വെച്ചേക്കാണ് അതിന്റെ ആവി പോവാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിക്കാൻ പറ്റും. കബാബും കൂടി ഒന്ന് റെഡി. പൊട്ടിത്തെറിക്കണം നന്നായിട്ട്. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിപ്പോ നമ്മളുടെ ചീനച്ചട്ടിയിലോട്ട് മാറ്റാം. വലിയ ഇത് ഇടാൻ പറ്റിയ വലിയ പാത്രമില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ മാറ്റാണ്.
അപ്പൊ നമ്മളുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ട് നമ്മൾ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് ആയിട്ട്. കൊള്ളാടോ. ഞാൻ ഉണ്ടാക്കിയാലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഇന്നത് തന്നെ ബിരിയാണിയാണെന്ന് തോന്നണം. കൂടുതൽ വേണമെങ്കിൽ വീഡിയോനോടുള്ള ഈ ചാനലിനോടുള്ള ഒരു ഡെഡിക്കേഷൻ മൂലം നന്നായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജിത്ത് വെച്ചിട്ട് എന്റെ അഭിപ്രായം പറയാൻ എങ്ങനെയുണ്ടെന്ന്. ജിത്ത് വെച്ചിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറാണോ? റെസ്റ്റോറന്റ് സ്റ്റൈൽ. ഇതാണ് ഞാൻ അപ്പൊ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നേക്കാൻ കേട്ടോ. ഞങ്ങളുടെ ഗാർഡനിങ് നല്ല വെയിലുണ്ട്.